ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ബീട്രൂട്ട് ഹൽവ ഉണ്ടാക്കിയാലോ? ഇതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 3 ഗ്രേറ്റഡ് ബീട്രൂട്ടും 1.5 കപ്പ് തേങ്ങാപ്പാലും പിന്നെ കുറച്ച് കിസ്മിസും കാജുവും പിന്നെ 6 ഏലക്ക പഞ്ചസാരയുടെ കൂടെ പൊടിച്ചെടുത്തതും 1 കപ്പ് പഞ്ചസാരയും പിന്നെ കുറച്ച് നെയ്യുമായിട്ട് നമുക്ക് വേണ്ടത്. ഇനി സ്റ്റൗ ഓണാക്കി കൊടുത്തിട്ട് അതിലേക്ക് നല്ല കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഗ്രേറ്റഡ് ബീട്രൂട്ട് അതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ മിക്സ് ചെയ്തുകൊണ്ടിരുന്ന ബീട്രൂട്ടിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പഞ്ചസാരയും ബീട്രൂട്ടും കൂടി മിക്സ് ആയി കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ 1.5 കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ തേങ്ങാപ്പാലിലേക്ക് ഇത് നമ്മുടെ ബീട്രൂട്ട് കുറുകി വന്ന വരെ നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് 6 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് അതിലേക്ക് വെള്ളം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് കട്ട് ചെയ്തൊന്നുമില്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തേങ്ങാപ്പാലും ബീട്രൂട്ട് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വീണ്ടും 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ച ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കലക്കി വെച്ച കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനിയായിട്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കൈ എടുക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം, കാരണം അത് അടിയിൽ പിടിക്കാൻ പാടില്ല. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ കിസ്മിസും കാജും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് പാനിലേക്ക് ഒട്ടിപ്പിടിക്കാത്തൊരു പാകം വരെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് കുറേ നേരം മിക്സ് ചെയ്യാനുള്ളതുകൊണ്ട് എനിക്ക് മമ്മിയായിട്ട് മിക്സ് ചെയ്യുന്നത്. ഇനി നമ്മളിത് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത ഒരു പാകത്തിലാക്കി എടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നെയ്യ് കൊണ്ട് ഗ്രീസ് ചെയ്ത് ഒരു ട്രേയിലേക്ക് നമുക്ക് ഇത് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്കിത് വീണ്ടും കുറച്ച് കിസ്മിസും കാജും കൊണ്ട് ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിത് ട്രേയിൽ നിന്ന് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമുക്ക് ഈ ഒരു പേസ്റ്റ് എടുത്ത് അച്ഛനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം കേട്ടോ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് കൊടുക്കട്ടെ. സൂപ്പർ ആയിട്ടുണ്ട്. ആദ്യം നല്ല ഹൽവ ആദ്യം വീട്ടിലുണ്ടാക്കി ഇങ്ങനെ ഒരു ഹൽവ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബൈ ബൈ.